വളരെയധികം ഫേമസ് ആയിട്ടുള്ള പോണ്ടിച്ചേരിക്കടുത്ത് അത്രയൊന്നും ഫേമസ് ആവാത്ത ഒരു ബ്യൂട്ടിഫുൾ ബേർഡ് സാങ്ച്വറി ഉണ്ട്, കഴുവേലി ബേർഡ് സാങ്ച്വറി. ഇന്നത്തെ നമ്മുടെ യാത്ര അങ്ങോട്ടേക്കാണ്. വെൽക്കം ടു ദ വേൾഡ് ഓഫ് ക്രിഷ് വണ്ടർലസ്റ്റ്. കഴുവേലിയിലേക്ക് പോകുന്നതിന് മുന്നേ പോണ്ടിച്ചേരി സിറ്റിക്ക് അടുത്ത് തന്നെയുള്ള ഒസുഡു ലേക്ക് എന്ന് പറയുന്ന ഈ ഒരു സ്ഥലത്തിനെ പറ്റിയും പറയേണ്ടതാണ്. മെയിൻലി ബോട്ടിംഗ് ഒക്കെ ഉള്ള ഒരു ടൂറിസ്റ്റ് സ്പോട്ടാണിത്. മെയിൻ റോഡിനോട് ചേർന്ന് കിടക്കുന്ന വളരെ വിശാലമായിട്ടുള്ളൊരു ലേക്കാണ് ഒസുഡു ലേക്ക്. ഇവിടുത്തെ സ്പെഷ്യാലിറ്റി എന്താണെന്ന് വെച്ചാൽ നിറയെ വാട്ടർ ബേർഡ്സ് ഉള്ളൊരു സ്ഥലമാണിത്. ദൂരെയായിട്ട് ചെറിയ ചെറിയ ഐലൻഡ്സ് പോലെ കാണുന്ന ആ മരച്ചില്ലകൾ കണ്ടോ, അതിൽ നിറയെ ബേർഡ്സാണ്. ഈ കാണുന്ന ബോർഡിൽ അതിനെപ്പറ്റിയുള്ള ഇൻഫർമേഷൻ കൊടുത്തിട്ടുണ്ട്. ബോട്ടെടുത്ത് പോവുകയാണെങ്കിൽ ഇവരുടെ നെസ്റ്റിങ്ങിൻ്റെ തൊട്ടടുത്ത് പോയി ഫോട്ടോസും വീഡിയോസൊക്കെ എടുക്കാനും ഇവരെ കാണാനുമുള്ള ഓപ്ഷനുണ്ട്. സോ പോണ്ടിച്ചേരി വരികയാണെങ്കിൽ ബേർഡിങ് താല്പര്യമുള്ള ഒരാളാണെങ്കിൽ ഒസുഡു ലേക്ക് ഈസ് ആക്ച്വലി എ ഗുഡ് ഓപ്ഷൻ. ഇന്ന് ഞാൻ ഡിസൈഡ് ചെയ്ത ലൊക്കേഷൻ കഴുവേലി ആയതുകൊണ്ട് തന്നെ ബോട്ടൊന്നും എടുക്കാനായിട്ട് വെയിറ്റ് ചെയ്തില്ല. കഴുവേലിയിലെത്താനായിട്ട് കുറച്ച് ഡിസ്റ്റൻസ് പോകണമെന്നുള്ളത് കൊണ്ട് ഇവിടെ അധിക സമയം കളയണ്ട. പോണ്ടിച്ചേരിയിൽ നിന്ന് ചെന്നൈയിലേക്ക് പോകുന്ന മെയിൻ റോഡ് വഴി തന്നെയാണ് കഴുവേലിയിലേക്ക് നമുക്ക് പോകേണ്ടത്. മെയിൻ റോഡിൽ നിന്ന് വരുമ്പോഴേ ഈ ഒരു ഭാഗത്തു നിന്നാണ് നമ്മൾ അകത്തേക്ക് കയറുന്നത്. ഈ പോകുന്ന റൂട്ടിലാണ് നമ്മൾ പോകേണ്ടത്. കയറുമ്പോൾ തന്നെ റൈറ്റ് സൈഡിലായിട്ടൊരു ചെറിയ തടാകം പോലൊരു സാധനം, ലേക്ക് പോലൊരു സാധനം കാണാൻ പറ്റും. അവിടെ നിറയെ ബേർഡ്സ് ഉണ്ട്, പക്ഷെ അവിടെ നിൽക്കരുത്, സ്ട്രെയിറ്റ് പോകണം. ഒരുപാട് ബേർഡ്സ് ഉണ്ട് ചുറ്റും, പക്ഷെ ആളും ബോളമൊന്നുമില്ല. നല്ല റിമോട്ടായിട്ടുള്ളൊരു പ്ലേസാണ്. ഇപ്പോൾ നോർമലി പോണ്ടിച്ചേരി വരുമ്പോൾ എല്ലാവരും പറയും ബീച്ചും മറ്റത് വേറൊന്നുമില്ല എന്നൊക്കെ. കുറച്ച് ഡിസ്റ്റൻസ് അങ്ങോട്ടും ഇങ്ങോട്ടും മാറാമെന്നുണ്ടെങ്കിൽ ഒരുപാട് സ്ഥലങ്ങൾ കാണാനുണ്ട്. ചുറ്റും നോക്കിയാൽ എന്തുകൊണ്ടാണ് തമിഴ്നാട്ടിൽ നിന്നും ആന്ധ്രയിൽ നിന്നും കർണാടകയിൽ നിന്നൊക്കെ നമ്മൾ അരി വാങ്ങിക്കേണ്ട കാര്യം എന്നുള്ളത് ഇവിടെ വന്ന് കാണുമ്പോൾ മനസ്സിലാവും. അത്രയും വാസ്റ്റായിട്ടുള്ള ഏരിയയിലാണ് ഇവിടെ കൃഷി നടക്കുന്നത്. നമ്മുടെ ഇവിടെ ഇങ്ങനത്തെ പാടങ്ങളൊന്നും കാണാൻ പോലും കിട്ടത്തില്ല ഇപ്പോൾ. That's the difference. ഏതൊക്കെ ബേർഡ്സ് ഇപ്പോൾ ഉണ്ട്, ഞാൻ പോയി നോക്കട്ടെ. ഇവിടെ എത്തിപ്പെടുന്ന അത്ര ഈസി ആയിട്ടുള്ള കാര്യമൊന്നുമല്ല കേട്ടോ, കുറച്ച് പണിയാണ്. അതുപോലെ ഗൂഗിൾ മാപ്പ് കാണിക്കുമെങ്കിലും റേഞ്ചിൻ്റെ ഇഷ്യൂ ഉള്ള കാരണം എപ്പോഴും നമുക്കത് വിശ്വസിച്ച് വരാൻ പറ്റുന്നില്ല. ഇവിടെ പല സ്ഥലങ്ങളിലോട്ടും വെറ്റ്ലാൻഡ്സ് എന്നൊക്കെ കാണിക്കുന്നുണ്ട്. ഒരുപാട് ഏരിയ ഉണ്ട്, അതാണ് ഇഷ്യൂ. ഇവർ പറഞ്ഞ റൂട്ടിലൊന്ന് പോയി നോക്കാം. വണ്ടിപ്പാളയം എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട്, അവിടെ വലിയ വലിയ ബേർഡ്സൊക്കെ ഉണ്ടെന്നാണ് പുള്ളിക്കാരൻ പറഞ്ഞത്. ഒരാളുടെ അടുത്ത് ചോദിച്ചത് ട്രൈ ചെയ്ത് നോക്കാം, കണ്ടാലും. ഒരു 12 മണി വരെ ടൈമുണ്ട്, പിന്നെ പോയാൽ മതി. പറ്റുവാണെങ്കിൽ ഇതേ റൂട്ടിൽ തിരിച്ചും വരാം.
ഓപ്പൺ ബിൽ സ്റ്റോക്ക് നിൽക്കുന്നുണ്ട്, പെയിൻറ്റഡ് സ്റ്റോക്ക് ഉണ്ട്. അത്യാവശ്യം ബേർഡ്സ് ഇവിടെ തന്നെ ഉണ്ടല്ലോ. പക്ഷെ എല്ലാം നമ്മൾ കണ്ടിട്ടുള്ള സാധനങ്ങളാണ്, പുതിയതായിട്ടൊന്നും കാണുന്നില്ല. നോക്കാം. കുറച്ചുകൂടെ ഉള്ളിലോട്ട് കയറിയപ്പോൾ വേറെയും ബേർഡ്സ് ഉണ്ട് കേട്ടോ. പെയിൻറ്റഡ് സ്റ്റോക്കിനെ കണ്ടായിരുന്നു. ഇതൊരു ബ്ലാക്ക് ഹെഡഡ് ഐബിസ് നിൽപ്പുണ്ട്. അതൊക്കെ എൻഡേഞ്ചേർഡ് വൾണറബിൾ സ്പീഷീസാണത്. തമിഴ്നാട് സൈഡിൽ ഒരുപാട് കാണാറുണ്ട്. പക്ഷേ നിൽക്കുന്നു ഐബിസ്. ഒരുപാട് വെറൈറ്റി ബേർഡ്സ് ഉണ്ട് കേട്ടോ ഇങ്ങോട്ടൊക്കെ. കൊണ്ട് കയറുമ്പോഴാണ് മനസ്സിലാവുന്നത്. കാരണം നൈസ്, ഐബിസിൻ്റെ ഫ്ലൈറ്റ് മിസ്സായി. നോക്കട്ടെ കിട്ടുള്ളൂ. ജസ്റ്റ് മിസ്. ഇവിടെ ലാപ്പിങ്സ് ഇപ്പോൾ ഉണ്ട്, റെഡ് ബാറ്റിൽ. കള്ളം വിടുവേ, നീ ആള് കൊള്ളാമല്ലോ. ഇതേ നിൽക്കുന്നൊരു പർപ്പിൾ ഹെറോൺ. രക്ഷയില്ലാത്ത ലൊക്കേഷൻ ആട്ടോ, കിട്ടില്ല ലൊക്കേഷൻ. ഒരു വാസ്റ്റായിട്ടുള്ള ഏരിയ ആണ്. ഇപ്പോൾ ഒരുപാട് ബേർഡ്സിനെയൊക്കെ കാണാനുള്ള ചാൻസസ് ഉണ്ട്. ഞാനിപ്പോൾ തന്നെ നമ്മൾ നോർമലി കാണാത്ത കുറച്ച് ബേർഡ്സിനെയൊക്കെ കണ്ടു. എന്തായാലും നടന്ന് കുറച്ച് എക്സ്പ്ലോർ ചെയ്യാൻ നോക്കട്ടെ. നമ്മൾ ഏത് സൈഡിൽ നോക്കിയാലും അവിടെ ഇവിടെയായിട്ട് കുറച്ച് ബേർഡ്സിനെ കാണാനായിട്ട് പറ്റുന്നുണ്ട്. പക്ഷെ പ്രശ്നം എന്ന് വെച്ചാൽ നല്ല വെറ്റ്ലാൻഡ്സ് ആയതുകൊണ്ട് പല സ്ഥലത്തും വെള്ളം കയറി കിടക്കുകയാണ്. അങ്ങ് ദൂരമായിട്ട് നോക്കുകയാണെങ്കിൽ ഒരുപാട് ബേർഡ്സ് അവിടെ നെസ്റ്റ് ചെയ്തേക്കുന്നത് കാണാൻ പറ്റും. പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി അങ്ങോട്ട് പോകാനുള്ള വഴിയില്ല. കാരണം വെള്ളം കയറി കിടക്കുന്നതുകൊണ്ട് പല സ്ഥലത്തും വഴി അടഞ്ഞിരിക്കുകയാണ്.
സോ അങ്ങോട്ട് പോകാനുള്ളൊരു വേ ഇല്ല ആക്ച്വലി. ബട്ട് അവിടെയായിട്ട് ഇതുപോലെ ഒരുപാട് നെസ്റ്റിംഗ് കാണാനുണ്ട്. നല്ല സ്കോപ്പുള്ള വെറ്റ്ലാൻഡ്സ് ആണിത്. നല്ല ബേർഡിങ് ആക്ടിവിറ്റി ഉണ്ട്. ബട്ട് അൺഫോർച്ചുനേറ്റ്ലി എനിക്ക് തോന്നുന്നു അധികം ആൾക്കാർക്ക് ഇതിനെപ്പറ്റി അറിയില്ല. പോണ്ടിച്ചേരിയിൽ നിന്നൊരു ഔട്ടറിലാണല്ലോ ഇരിക്കുന്നത്. ഓൾമോസ്റ്റ് ഒരു 24 കിലോമീറ്റേഴ്സ് ഔട്ടറിലാണ്. അതുകൊണ്ടായിരിക്കാം. ബട്ട് നല്ലൊരു വെറ്റ്ലാൻഡാണ്. സ്റ്റോക്കിനെ കണ്ടു, ഐബിസ് ഉണ്ടായിരുന്നു, പർപ്പിൾ ഹെറോൺ, ഗ്രേ ഹെറോൺ, ഫ്ലവേഴ്സ് ഉണ്ട്, ജക്കാനാസിനെ കണ്ടു, കോർമലൻസ് ഉണ്ട്. പക്ഷെ ഭയങ്കര റിമോട്ടായിട്ടുള്ളൊരു ഏരിയ ആയതുകൊണ്ട് ചെറിയൊരു ഹ്യൂമൻ ഒരു ആക്ടിവിറ്റി നടന്നു കഴിയുമ്പോഴേക്കും എല്ലാവരും പറന്നു പോവാണ്. ഫോട്ടോസ് എടുക്കുന്നത് ഇച്ചിരി ടാസ്ക്കാണ്. ബട്ട് സ്റ്റിൽ നല്ല സ്കോപ്പുള്ളൊരു ബേർഡിങ് ഏരിയ ആണ് കേട്ടോ ഇത്. ഒന്നോ രണ്ടോ മനുഷ്യരിടയ്ക്ക് കണ്ടാലായി. അല്ലാണ്ട് ഒരു ഹ്യൂമൻ ആക്ടിവിറ്റി തീരെ ഇല്ലാത്തൊരു ഏരിയ ആണ്. മേ ബി അതുകൊണ്ടായിരിക്കാം ഇത്രയും ബേർഡ് ആക്ടിവിറ്റി ഇവിടെ ഉള്ളത്. കാരണം ഇവർക്ക് ഡിസ്റ്റർബൻസ് വളരെ കുറവാണ്. പിന്നെ വളരെ റിമോട്ടായിട്ടുള്ളൊരു ഏരിയ ആണ്. ആവശ്യത്തിന് ഫുഡും വെള്ളവും എല്ലാം അവൈലബിൾ ആണ്. ഇത്രയും വാസ്റ്റ് ആയിട്ടുള്ളൊരു വെറ്റ്ലാൻഡ് ആയിരിക്കും ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല. ആക്ച്വലി ഗൂഗിളിൽ സെർച്ച് ചെയ്തപ്പോൾ ഇങ്ങനെ വെറ്റ്ലാൻഡ്സ് ഉണ്ടെന്ന് കാണിച്ചത് കൊണ്ട് വെറുതെ വന്ന് നോക്കാമെന്ന് വിചാരിച്ച് വന്നതാണ്. പക്ഷേ ഇത്രയും നല്ലൊരു എക്സ്പീരിയൻസ് ആയിരിക്കും എന്ന് ഒട്ടും വിചാരിച്ചു. ഏർലി മോർണിംഗ് ഇറങ്ങിക്കഴിഞ്ഞാൽ എനിക്കൊന്ന് കുറച്ചുകൂടെ ബേർഡ് ആക്ടിവിറ്റീസ് കിട്ടാൻ ചാൻസസ് ഉണ്ട്. നേരത്തെ കണ്ട നെസ്റ്റിംഗ് ഏരിയയിലേക്ക് ജസ്റ്റ് ഒന്ന് കയറാൻ പറ്റുമോ നോക്കട്ടെ. ചെറിയ വഴി കണ്ടുപിടിച്ചിട്ടുണ്ട്. കറങ്ങിത്തിരിഞ്ഞ് ഏതൊക്കെ ബൺ റോഡ് വഴിയൊക്കെയാണ് വന്നത്. നല്ല വെയിലുണ്ട്. പക്ഷെ അത് നമുക്കൊരു പ്രശ്നമാകാൻ പാടില്ലല്ലോ. നിറയെ കോർമലൻസ് ഉണ്ട്. നേരെ കാണുന്നത് മിക്കവാറും കോർമലൻസിൻ്റെ നെസ്റ്റിംഗ് ആണ്. നീർക്കാക്കാന്ന് പറയത്തില്ലേ, അതിൻ്റെ നെസ്റ്റിംഗ് ആണ് കൂടുതലും കാണുന്നത്. ഇവിടെ മൊത്തം ബേർഡ്സിൻ്റെ ഫെദർ ഉണ്ട് കേട്ടോ താഴേക്ക്.
ബേർഡ് ഡെൻസിറ്റി ഹെവിയാണ്, അത് ഒരുപാട് വെറൈറ്റി ഉണ്ട്. ഇത് അങ്ങോട്ട് നോക്കിയാൽ ആ ഒരു പാടത്തിനകത്ത് നിൽക്കുന്ന ബേർഡ്സിൻ്റെ കണ്ടോ, കാണാൻ പറ്റുന്ന ഗ്യാപ്പിൽ മാത്രമാണ് കേട്ടോ ഇത്രയും. അതിൻ്റെ ആ സൈഡിലേക്ക് മറഞ്ഞിരിക്കുന്ന ഭാഗത്തേക്ക് ഒരുപാടുണ്ട്. ഇടയ്ക്കൊരു മൺ റോഡ് പോകുന്നുണ്ട്, ഇതാ ഈ റോഡ്. ഈ മൺ റോഡിൻ്റെ രണ്ട് സൈഡിലും വെറ്റ്ലാൻഡ്സ് ആണ്. എത്ര കിലോമീറ്റർ കണക്കാണ് കിടക്കുന്നത്. ഈ വെറ്റ്ലാൻഡ്സിൽ മൊത്തം ബേർഡ്സും ഉണ്ട്. ഓ മാൻ, ഒരു രക്ഷയില്ല. ഇങ്ങനെ ഒരു വെറ്റ്ലാൻഡ്സ് ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്. ഇതെവിടെ ചെന്ന് ലീഡ് ചെയ്യുമെന്ന് എനിക്കറിയാൻ പാടില്ല. ഫ്ലൈറ്റ്സ് കിട്ടുന്നുണ്ട്. പെലിക്കൻസിൻ്റെ ഫ്ലൈറ്റാണ്, പെലിക്കൻസ്. എൻഡിൽ നമ്മൾ എത്തിയാട്ടെ. റോഡിൻ്റെ എൻഡിൽ ആക്ച്വലി മീനിൻ്റെ എന്തോ കൃഷിയാണ് നടക്കുന്നത്. അപ്പോൾ അതിലവർ ക്ലീനിങ് ഒക്കെ കഴിഞ്ഞിട്ട് ഒരുപാട് മീനിൻ്റെ വേസ്റ്റ് ബാക്കി വരുന്നുണ്ട്. അപ്പോൾ അതാണ് ഈ ഏരിയയിൽ ഇത്രയും ബേർഡ്സ് ഡെൻസിറ്റി വരാനുള്ള റീസൺ തോന്നുന്നു. കാരണം അത് കഴിക്കാനായിട്ട് തന്നെ അവിടെ ഒരുപാട് ബേർഡ്സാണ്. ഈ ഒരു ഏരിയയിൽ മൊത്തം ഇതുപോലുള്ള കൃഷി സ്ഥലങ്ങളാണ് കാണുന്നത്. Hey boy, bye. And the കുട്ടി puppies. Bye bye, bye bye. ഡാഡാ ഓടണ്ട. ഒരു ഫോട്ടോ എടുത്തോട്ടെ. ഈ നല്ല ക്യൂട്ടാണ് കേട്ടോ. പോവാണോ? നല്ലൊരു ഗ്രാമപ്രദേശമാണ്. നല്ല റിമോട്ടായിട്ടുള്ള ഏരിയ ആണ്. ഇങ്ങോട്ട് വരികയാണെന്നുണ്ടെങ്കിൽ ഒന്നുകിൽ ഓൺ വെഹിക്കിളിൽ വരണം, അല്ലെന്നുണ്ടെങ്കിൽ അവിടെ നിന്നൊരു വണ്ടി റെൻറ്റിന് എടുത്ത് വരുന്നതാണ് നല്ലത്. കാരണം റിമോട്ടായ ഏരിയ ആയതുകൊണ്ട് പബ്ലിക് ട്രാൻസ്പോർട്ടൊന്നും ആശ്രയിക്കാൻ പറ്റത്തില്ല. സോ ബേസിക്കലി ഒരു 24 കിലോമീറ്റേഴ്സ് പോണ്ടിച്ചേരിയിൽ നിന്ന് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഈ സ്ഥലത്തെത്താം. ഇനീഷ്യലി വരുമ്പോൾ നമുക്ക് നല്ല കൺഫ്യൂഷൻ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. കാരണം ഇങ്ങനൊരു പെർട്ടിക്കുലർ ഒരു ഏരിയ എന്ന് മാർക്ക് ചെയ്ത് വരാൻ പറ്റത്തില്ല. പിന്നെ ഇവിടെ നെറ്റ്വർക്കിൻ്റെ ഇഷ്യൂസും ഉണ്ട്. ബേസിക്കലി ഇതൊരു ഫാമിംഗ് ലാൻഡാണ്. ഒന്ന് കുറച്ച് തെങ്ങിൻ തോപ്പും ഏരിയാസും കുറേ ഭാഗത്തുണ്ട്. അത് കഴിയുമ്പോൾ പാടങ്ങളാണ്. അപ്പോൾ പാടങ്ങളിലും പിന്നെ മീനിൻ്റെ കൃഷിയുള്ള ഏരിയാസ് ഉണ്ട്.
അപ്പോൾ ഇതൊക്കെ ബേസ് ചെയ്തിട്ടാണ് ഇവിടെ ഇത്രയും ബേർഡ്സ് ഉള്ളത്. പിന്നെ മൈഗ്രേഷൻ നടക്കുമ്പോൾ അതിൻ്റെ ഒരു ഹോൾട്ടിംഗ് പോയിൻ്റ് കൂടെയാണെന്ന് തോന്നുന്നു. കാരണം മൈഗ്രേറ്റിംഗ് ബേർഡ്സ് ഒരുപാട് കാണാൻ പറ്റുന്നുണ്ടായിരുന്നു അവിടെ. എന്ത് പറ്റി? നിന്നെ അവിടെ കെട്ടിയിട്ടേക്കല്ലേ, പിന്നെ നീ എന്നാ റോഡിൽ കയറിയിരിക്കുന്നത് കൂടാ? ഓക്കെ, അപ്പോൾ ബേർഡിങ്ങിന് വരാൻ വൺ ഓഫ് ദ ബെസ്റ്റ് പ്ലേസസ് എന്ന് ഞാൻ പറയും. കാരണം റീസെൻ്റ്ലി ഞാൻ പോയ ബേർഡിങ് ഏരിയാസ് ഒന്നും ഇത്രയും വാസ്റ്റ് അല്ല. ഇത് കണ്ടിന്യൂസ് ആയിട്ട് നമ്മളൊരു മഡ് റോഡുണ്ട്, ആ റോഡിൻ്റെ എൻഡ് വരെ ഞാൻ പോയിട്ടുണ്ടായിരുന്നു. ഈ മഡ് റോഡിൽ കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ പോകുമ്പോൾ രണ്ട് സൈഡിലും വെറ്റ്ലാൻഡാണ്. എല്ലാത്തിലും ബേർഡ്സ് ഉണ്ട് കേട്ടോ, പല വെറൈറ്റി ബേർഡ്സ് ഉണ്ട്. റാപ്റ്റേഴ്സും അങ്ങനെ ഈഗിളും അങ്ങനെ കുറവാണ്. കൂടുതലും പെയിൻറ്റഡ് സ്റ്റോക്സ് ആണ്. പെയിൻറ്റഡ് സ്റ്റോക്ക്, ഐബിസ്, ഹെറോൺസ്, എഗ്രറ്റ്സ്, സാൻഡ് പൈപ്പേഴ്സ്, ഫ്ലവേഴ്സ് ഉണ്ട്. പെലിക്കൻസിനെ കണ്ടു, പൈഡ് കിങ് ഫിഷറിനെ കണ്ടായിരുന്നു. പക്ഷെ ഒരു തരത്തിലും അവന്മാർ ഫോട്ടോ എടുക്കാൻ സമ്മതിക്കത്തില്ല. നമ്മളൊന്ന് അനങ്ങി കഴിയുമ്പോഴേക്കും അവിടെ നിന്ന് എസ്കേപ്പ് കാണും. അങ്ങനെ ഒരുപാട് ഓപ്ഷൻസ് കേട്ടോ, ഒരുപാട് ബേർഡ്സ്, ഒരുപാട് ടൈപ്പ് ഓഫ് ബേർഡ്സ് ഉണ്ട്. അപ്പോൾ ബേർഡിങ് താല്പര്യമുള്ള ആൾക്കാരാണെങ്കിൽ ദിസ് ഈസ് വൺ ഓഫ് ദ ബെസ്റ്റ് സ്പോട്ട്സ്. പോകുന്ന വഴിക്കെല്ലാം ബീ ഈറ്റേഴ്സ് ഇരിപ്പുണ്ട്. ലൈൻ കമ്പിയിൽ അവരുടെ ഫേവറേറ്റ് സ്പോട്ട് ഒരു പേർച്ച് അതാണത്. ലൈൻ കമ്പിയിൽ ഇരിക്കത്തുള്ളൂ. ഏതെങ്കിലും നല്ല മരത്തിലൊക്കെ ഇരിക്കുകയാണെന്നുണ്ടെങ്കിൽ ഫോട്ടോസെങ്കിലും കിട്ടിയേനെ. പക്ഷേ അവർക്ക് ലൈൻ കമ്പിയെ താല്പര്യം. എക്സാക്ട്ലി സെയിം ഇഷ്യൂ ആണ് കിങ് ഫിഷേഴ്സിന്. അധികം അറിയപ്പെടാത്ത കഴുവേലി ബേർഡ് സാങ്ച്വറിയെ പറ്റിയിട്ടുള്ള ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ പ്ലീസ് ഡു ലൈക്ക് ആൻഡ് ഷെയർ ദ വീഡിയോ. See you soon with the next one. Until then, adios amigos.